നമ്മളതിനെ ആരും ഉപദ്രവിക്കുന്നില്ലല്ലോ. നമ്മൾ ആരും ഉപദ്രവിക്കാനും അല്ല വന്നിട്ടുള്ളത്. നമ്മളത് ഷൂട്ടിങ്ങിനായിട്ടാണ് പോയിട്ടുള്ളത്. ആ സമയത്ത് അത് എൻ്റെ ഇടയിൽ അതിപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ടീച്ചർ ആ ക്ലാസ്സിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞാൽ ടീച്ചർ ചോദ്യം ചെയ്യില്ലേ? നിങ്ങളുടെ ജോലി സ്ഥലത്ത് വന്നിട്ട് ആരെങ്കിലും കയറി വന്ന് ബഹളുണ്ടാക്കി നിങ്ങൾ ചോദ്യം ചെയ്യില്ലേ? ഇതൊരു ജോലിയാണെന്നുള്ളതും അല്ലെങ്കിൽ നമുക്കിത് ജോലിയല്ല, പക്ഷെ ഇതൊരു ഇൻഡസ്ട്രി അല്ലേ. അല്ലാതെ കലാപരിപാടി അല്ലല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. കലയാണെങ്കിലും കലാപരിപാടി അല്ലല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കലകളെ വെച്ചിട്ടൊരു ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് ഇമാരി പൊറോട്ട നാടകം കളിക്കേണ്ട കാര്യമുണ്ടാ? ഈ ഓപ്പൺനെസ് പല കാര്യത്തിലും കാണിക്കാറുണ്ട്. ഈ അടുത്തല്ല കുറച്ചു കാലമായിട്ട് തന്നെ WCCയുടെ രൂപീകരണം, അതിനകത്തൊരു ICC വേണമെന്നുള്ള അവരുടെ ആവശ്യം, ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. വെറുതെ ചോദിക്കണ്ട, അത് ചോദിക്കുന്നത് കൊണ്ട് അവതാരകർക്ക് നല്ല കമന്റ് കിട്ടുന്നുണ്ട്. അതും വായിക്കില്ലേ? എനിക്ക് മാത്രമല്ല. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ നിലപാട് പറയുന്ന സമയത്ത് ഇപ്പോൾ WCC, ICC പോലുള്ള കാര്യങ്ങളിലൊക്കെ കലാകാരന്മാർക്ക് അഭിപ്രായം പറയേണ്ട ഇടങ്ങളാണെന്ന് നമുക്ക് തോന്നാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറയാനും കൂടെ ഉള്ളൊരു ഒരു മിടുക്ക് പലപ്പോഴും കാണിക്കാറുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും അഭിപ്രായം പറയേണ്ടതില്ല. പക്ഷേ ഇത്തരം ഇഷ്യൂസൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ ഒരു കലാകാരൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രതികരണം വരില്ല എന്നാണ് എൻ്റെ ചോദ്യം. നമ്മൾ അവർക്കെതിരെ പ്രതികരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവരുടെ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയങ്ങളിലും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെയാണ് അത് ഉണ്ടായി വരുന്നത്. അത് നമ്മൾക്ക് ഒരിക്കലും ഇവിടെ ഇരുന്നുകൊണ്ട് എന്തിനാ ഹിമാചലിലുള്ള ഒരു ഈ വിന്റർ ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത്ര കട്ടിയുള്ള വസ്ത്രം ചൂടെടുക്കില്ലേ? അതിങ്ങനെ നമുക്ക് പറയാൻ പറ്റും അല്ലേ? അതപ്പോൾ അവരുടെ സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അവർക്ക് സുരക്ഷിതമല്ലാന്ന് തോന്നുകയും അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നതുകൊണ്ടാണ് അതുണ്ടാവും അല്ലേ? അങ്ങനൊരവസ്ഥ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് ആവശ്യമാണ്. ICC കമ്മിറ്റി എന്തായാലും എല്ലായിടത്തും വേണം, തൊഴിലിടങ്ങളിൽ എല്ലായിടത്തും വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ WCC ഉയർത്തുന്ന ചില ആവശ്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കേണ്ടതാണെന്നുള്ള അഭിപ്രായത്തിലാണ്. അത് അവർക്ക് കൊണ്ടാണല്ലോ അവരതങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പോലെ തോന്നുന്നില്ല അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കുറച്ചും കൂടി എഴുതുകയും വായിക്കുകയും അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ കുറച്ചും കൂടി കാര്യമായിട്ട് ചിന്തിക്കുകയും അതിനെതിരെ എഴുത്തുകൾ ഇറക്കുകയും അല്ലെങ്കിൽ പരിപാടികൾ സംഘടിപ്പിക്കുകയും സംസാരങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യണം. ഇപ്പോൾ അഭിനയത്തിലേക്ക് തിരിച്ചു വന്നാൽ പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ ഈ കാണലൊക്കെ ആണെങ്കിലും ഈ നമ്മൾ കാണുമ്പോൾ ഇത് ഒരുപാട് തരത്തിൽ ചിന്തിക്കുന്ന ഒരാളാണ് ഈ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നതെന്നാണ് ഷൈൻ ടോമിനെ കാണുന്ന സമയത്ത് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ തോന്നുന്നത്. ഒരുപാട് തരത്തിൽ പഠിക്കുന്നുണ്ട് അഭിനയത്തെക്കുറിച്ചെന്ന് തോന്നും, കാരണം ആ ക്യാരക്ടേഴ്സായിട്ട് മാറുന്നുണ്ട്. എന്നാൽ വായനയോടൊക്കെ അത്ര തരത്തിലുള്ള ഒരു ഇത് കാണിക്കാറില്ല. അടുപ്പില്ല, വായിക്കുന്നത് വളരെ കുറവാണ്. വായനയില്ല.